ഹായ് ഹലോ നമസ്തേ വെൽക്കം ടു ഷാലൂസ് കിച്ചൻ. ഇന്ന് ഞാൻ പീച്ചിങ്ങ കൊണ്ടുള്ള ഒരു ചട്നിയാണ് ഉണ്ടാക്കാൻ പോണത്. ഇത് ചപ്പാത്തിയുടെയും ചോറിൻ്റെയും കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതിനാദ്യം ആവശ്യമായത് 2 പീച്ചിങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കണം. ഇനി വേണ്ടത് ടൊമാറ്റോയാണ്. ടൊമാറ്റോ ഞാൻ 2 പീച്ചിങ്ങയ്ക്ക് ഒരു 6-7 ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. അതും ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഒരു കടായി അടുപ്പത്ത് വെച്ച് അതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ആദ്യം പീച്ചിങ്ങ ഇട്ട് ഒന്ന് ചെറുതായിട്ട് വഴറ്റി കൊടുക്കാം. അതിനോടൊപ്പം പച്ചമുളകും കൂടെ ചേർക്കണം. ഇതിൽ വേറെ മുളക് പൊടിയൊന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ എരിവിനനുസരിച്ചുള്ള പച്ചമുളക് ചേർക്കണം. മുളക് പൊടിയൊന്നും ചേർത്തുകൂടാ ഇതിൽ. ഒന്ന് നന്നായിട്ട് വഴന്നതിന് ശേഷം അതിലോട്ട് ടൊമാറ്റോ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് പുളിയും കൂടെ ചേർത്തിട്ട് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം നമുക്ക്. രണ്ട് മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുമ്പോൾ ടൊമാറ്റോ നന്നായിട്ട് വെന്ത് കിട്ടും. അതിലോട്ട് നമുക്ക് 1 സ്പൂൺ ജീരകവും പിന്നെ മെയിനായിട്ട് വേണ്ടത് ഇതിന് എള്ളാണ്. വറക്കാത്ത എള്ളാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. വെള്ള കളറിലുള്ള എള്ള്. അതൊരു 1/4 കപ്പ് കൂടെ ചേർത്തിട്ട് ഒന്ന് വേവിക്കണം. ഈ ചൂടിൽ തന്നെ വെന്ത് കിട്ടിക്കൊള്ളും. അത് അടച്ചു വെച്ച് വേവിച്ചാൽ മതി. എന്നിട്ട് ഇത് തണുക്കാനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. തണുത്തതിന് ശേഷം ഇത് ഒന്ന് മിക്സിയിലിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. ഒരുപാട് അരഞ്ഞു പോകാൻ പാടില്ല. ഇതിലോട്ട് ഞാൻ 2 അല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് ചെറുതായി മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് ഉള്ളിയും കൂടെ ചേർത്ത് മിക്സ് ചെയ്യുന്നുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചട്നി റെഡിയായി.